ഹലോ! ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ അടുത്തൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ആൻ ഓഫർ അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രപ്പോസൽ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം എന്താണ് ഒരു കോൺട്രാക്റ്റ്, അതുപോലെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഈ കോൺട്രാക്റ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഒരു ഓഫർ, അതുപോലെ ഒരു പ്രോമിസ് എന്താണ്, ഒരു എഗ്രിമെൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം നോക്കണം. അതിന് ശേഷമാണ് നമുക്കൊരു കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്ന് ഓഫർ എന്താണ് എന്ന് നോക്കാം. ദ ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2 ക്ലോസ് എയിലാണ്. When one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള തൻ്റെ ഒരു വില്ലിങ്നെസ് അല്ലെങ്കിൽ അയാളുടെ ഒരു സമ്മതം പ്രകടിപ്പിക്കുകയാണ് വേറൊരു വ്യക്തിയോട്. ഈ ഒരു കാര്യത്തിലൂടെ മറ്റേ വ്യക്തിയുടെ ഒരു സമ്മതം അല്ലെങ്കിൽ അയാളുടെ ഒരു അസൻറ്റ് നേടാനും ഇയാൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അതിനൊരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ എന്ന് പറയാം. ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയാണ്, എനിക്ക് എൻ്റെ ഒരു ബൈക്ക് 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയാണ്. ഇവിടെ ആ ഓഫർ വെച്ചത് ആരാണ്? ഞാൻ. ഇനി ഈ ഓഫർ അയാൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ആ ഓഫറിനെ റിജക്റ്റ് ചെയ്ത് കളയാം. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ഓഫർ നടന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു വില്ലിങ്നെസ് ഞാൻ അയാളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ. ഇനി ആരാണോ ഒരു ഓഫർ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ഒരു പ്രപ്പോസൽ വെക്കുന്നത് അയാളെ ഓഫറർ ഓർ പ്രപ്പോസർ എന്ന് പറയുന്നു. ഇനി ആരാണോ ആ ഓഫർ സ്വീകരിച്ചത് അയാളെ ഓഫറി അല്ലെങ്കിൽ പ്രപ്പോസി എന്ന് പറയുന്നു. നമുക്ക് ഇനി എസെൻഷ്യൽ റൂൾസ് ഓഫ് എ വാലിഡ് ഓഫർ, ഒരു വാലിഡ് ഓഫറിന് വേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് എസെൻഷ്യലാണ് ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. എന്താണ്? ഈ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ഓർ എക്സ്പ്രഷൻ ഓഫ് ദ വില്ലിങ്നെസ് ബൈ ദ ഓഫറർ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സോ ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് ഓഫർ. Mere desire or willingness to do or not to do something is not enough and will not constitute for an offer. ഒരു ഓഫറിൽ ഈ ഓഫററും ഓഫറിയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അത് ക്ലിയർ ആയിട്ടും ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ബൈക്ക് 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓഫർ നൽകുകയല്ലേ. അത് അയാളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത്ര രൂപയ്ക്ക് എൻ്റെ ബൈക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. ഇനിയിപ്പോൾ ഞാൻ സപ്പോസ് പറയാണ്, ഞാൻ 40,000 രൂപയ്ക്ക് എൻ്റെ ഒരു വണ്ടി വിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സാധനം, എന്ത് വണ്ടി വിൽക്കുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു വാലിഡ് ഓഫറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇനി ഇതിൽ വരുന്ന ഒരു കേസിലുമാണ് ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത്. ഈ ഒരു കേസിൽ എം എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ നെഫ്യൂ, ഒരു കസിനാണ്, അയാൾ കാണാണ്ടാവുകയാണ്. ഈ ഒരു കസിനെ തിരഞ്ഞിട്ട് അയാളുടെ ഒരു സെർവൻറ്റിനെ വിട്ടു ഈ കസിനെ തിരയാൻ വേണ്ടിയിട്ട്. ഈ നെഫ്യൂവിനെ തിരയാൻ വേണ്ടിയിട്ട് അയാൾ ഒരു സെർവൻറ്റിനെ വിട്ടു. ഈ സെർവൻറ്റിന് ഇയാളെ അന്വേഷിക്കാൻ അയച്ചതിന് ശേഷം ഇയാൾ ഈ നെഫ്യൂവിനെ കണ്ടെത്തുന്ന ആൾക്ക് ഒരു റിവാർഡ് തരാം അങ്ങനെ പറഞ്ഞൊരു എമൗണ്ട് ഫിക്സ് ചെയ്തു. അങ്ങനെ ഇയാൾ പോയതിന് ശേഷം ഈ സെർവൻറ്റ് കണ്ടെത്തി. ഈ ഒരു റിവാർഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം സെർവൻറ്റ് ആ നെഫ്യൂവിനെ കണ്ടെത്തി തിരിച്ചു വരികയാണ്.
ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ സെർവൻ്റ് അറിഞ്ഞത് ഈ ആളെ കണ്ടെത്തുന്ന ആൾക്ക് റിവാർഡ് പറഞ്ഞിട്ടുണ്ട് എന്നത്. അപ്പോൾ ഈ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കോടതി സമീപിക്കുകയാണ്. ഇവിടെ എന്താണ്, ഈ സെർവൻറ്റിന് ആദ്യം ഈ ഓഫറിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അയാളുടെ സാറ് പറഞ്ഞു, ആ ഒരു ഇതിൽ അയാളുടെ നെഫ്യൂനെ തിരയാൻ പോയി. അപ്പോൾ ഇവിടെ എന്താണ്, അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആദ്യം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈ അയാളുടെ സെർവൻറ്റിന് റിവാർഡ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കേസ് ലോയിൽ വിധി വരുന്നത്. അടുത്ത എസെൻഷ്യലാണ് ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ്. നോളേജ് ഓഫ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് is very essential, as without this the courts will not be able to decide what the parties want to do. Therefore, the terms of the offer must be clear and definite and not vague and loose. എന്താണ്, ഒരു ഓഫർ വെക്കുമ്പോൾ ആ ഓഫറിൽ എന്താണ് കാര്യമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ആ നോളേജ് ഓഫ് ദ പാർട്ടീസ്, അതുപോലെ അവരുടെ എന്താണ് അവർ ആ ഒരു കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഓഫറിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് കോടതിക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അവരുടെ ആ ടേംസ് ഓഫ് ദ ഓഫറും ക്ലിയർ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ രാമ പറയാണ് ശ്യാമിനോട്, ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയാണ്. ഇവിടെ ഫ്രൂട്ട്സ് വിൽക്കാം 100 രൂപയ്ക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ഫ്രൂട്ട്സാണ്, അതുപോലെ എന്താണ് അതിൻ്റെ പ്രത്യേകത, എത്ര കിലോ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ആ സാധനം എന്ന് ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ അയാളൊരു ഓഫർ വെക്കുമ്പോൾ ഞാൻ എൻ്റെ 1 കിലോ മാങ്ങ ഇത്ര രൂപയ്ക്ക്, അതിൽ എത്രയാണ് ഉള്ളത്, എത്ര എണ്ണം ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഓഫർ നൽകുന്നതെങ്കിൽ അത് വാലിഡാണ്. ക്ലിയർ അല്ലാത്ത ഓഫർ വാലിഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വരുന്നൊരു കേസാണ് ടെയ്ലർ വേഴ്സ് പോർട്ടിങ്ടൺ. ഈ ഒരു കേസിൽ എ എന്ന് പറയുന്ന ഒരാൾ പ്രോമിസ് ചെയ്യാണ്, ബിയുടെ ഹൗസ് ഒരു 3 വർഷം ലീസ് ചെയ്യാനുള്ള ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ലീസിൽ അവർ പറയുന്നുണ്ട് അത് അവർ റിപ്പയർ ചെയ്തോളാം, അതുപോലെ ആ ഡ്രോയിങ് റൂം പ്രസൻറ്റ് സ്റ്റൈലിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തോളാം എന്ന്. ഇവിടെ ഈ പ്രസൻറ്റ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു വീട് 3 വർഷത്തേക്ക് അവർ ഉപയോഗിക്കും, പക്ഷേ ഈ ഡ്രോയിങ് റൂം പ്രസൻറ്റ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു കേസ് ലോയിലൂടെ പറയുന്നത്. അടുത്ത തേർഡ് എസെൻഷ്യലാണ് മസ്റ്റ് ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ആൻ ഓഫർ ടു ബി എൻഫോഴ്സിബിൾ ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. ആൻ ഓഫർ ഫോർ സോഷ്യൽ ഓർ മോറൽ ആക്ട് ഈസ് നോ ഓഫർ. എന്താണ്, ഈ ഓഫർ നടന്നതിലൂടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഒരു മോറൽ ആക്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്റ്റ് മൂലമോ അതൊരു ലീഗൽ റിലേഷൻഷിപ്പായിട്ട് മാറില്ല എന്നാണ് പറയുന്നത്. അതൊരു ഓഫറുമായിട്ട് മാറില്ല. ഇതിൽ വരുന്ന ഒരു കേസിലാണ് ബാൽഫർ വേഴ്സസ് ബാൽഫർ. ഇവിടെ ഈ ബാൽഫറും മിസ്സിസ് ബാൽഫറും കൂടെ ഇംഗ്ലണ്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു യാത്ര പോയതിന് ശേഷം ഈ മിസ്സിസ് ബാൽഫർ അവിടെ ഇംഗ്ലണ്ടിൽ സ്റ്റേ ചെയ്യും. അപ്പോൾ ഇംഗ്ലണ്ടിൽ സ്റ്റേ ചെയ്യുന്ന ടൈമിൽ ഈ ബാൽഫർ എന്ന പറഞ്ഞ ആൾ അവരുടെ ഭാര്യയ്ക്ക് ഒരു 30 പൗണ്ട്സ് എല്ലാ മാസവും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോരുക. അങ്ങനെ അയാൾ തിരിച്ചു പോന്നു. ഭാര്യ ഇംഗ്ലണ്ടിൽ തന്നെ സ്റ്റേ ചെയ്യുവാണ്. അതിനുശേഷം അവർ സെപ്പറേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഇയാൾ 30 പൗണ്ട്സ് എല്ലാ മാസവും തരാ പറഞ്ഞത് പിന്നീട് ലഭിക്കാതെ ആയപ്പോൾ ഈ മിസ്സിസ് ബാൽഫറിനെതിരെ കേസ് കൊടുക്കുകയാണ്. അദ്ദേഹം 30 പൗണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എന്താണ്, അവർ തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് അല്ല, അവർ തമ്മിലൊരു
റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഓഫർ എന്താണ്, ലീഗലി എൻഫോഴ്സിബിൾ ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അടുത്ത എസെൻഷ്യലാണ് ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എന്താണ്, ഒരു ഓഫർ എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് 40,000 രൂപയ്ക്ക് തരാം. അല്ലെങ്കിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയാണ്, ഞാൻ എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് 40,000 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എക്സ്പ്രസ് ഓഫറാണ്. അതുപോലെ ഒരു ഇംപ്ലൈഡ് ഓഫറും ആവാം. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടർക്ക് ക്യാഷ് കൊടുക്കുന്നു, അതുപോലെ ഒരു ടിക്കറ്റ് നമ്മൾ വാങ്ങുന്നു. ഇതെന്താണ്, ഒരു ഇംപ്ലൈഡ് ഓഫറാണ്. ദെൻ അടുത്ത എസെൻഷ്യലാണ് ദ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ പബ്ലിക്. ഓഫർ സ്പെസിഫിക് ആയിട്ടോ ഒരു പ്രത്യേക പേഴ്സണ് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതോ ആയിരിക്കണം ഈ ഒരു ഓഫർ എന്നത്. ഇതിൽ വരുന്ന ഒരു കേസിലുമാണ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. ഈ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനിയിൽ ഈ സ്മോക്ക് ബോൾ ഉണ്ടാക്കുകയാണ്. ഈ സ്മോക്ക് ബോൾ എന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ ഒരു സാധനം യൂസ് ചെയ്താൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്മോക്ക് ബോൾ ഇവരുണ്ടാക്കുന്നത്. അങ്ങനെ കാർലിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സ്മോക്ക് ബോളൊക്കെ യൂസ് ചെയ്തു. അങ്ങനെ ഇവർ യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് ഇൻഫ്ലുവൻസ വരികയാണ്. അങ്ങനെ അവർ കോടതിയെ സമീപിക്കുകയാണ്. അവരത് യൂസ് ചെയ്തിട്ടും അവർക്ക് ഇൻഫ്ലുവൻസ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ സ്മോക്ക് ബോൾ കമ്പനി പറഞ്ഞത് അതൊരു ഓഫറല്ല, അവിടെ ആ ആൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ കൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു ലീഗലി ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റോ അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു ഇതിൽ നിന്ന് ഒഴിയാൻ നോക്കിയത്. പക്ഷേ കോടതി പറഞ്ഞു ഇവിടെ അവർ ഒരു പത്രപ്പരസ്യം കൊടുത്തിട്ടാണ് ഈ ഒരു കാർബോളിക് സ്മോക്ക് ബോളിൻ്റെ കാര്യം അവർ പരസ്യത്തിലൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, അതൊരു പബ്ലിക്കായിട്ടുള്ളൊരു ഓഫറാണ്. അതുകൊണ്ട് ഈ കമ്പനി ഈ കാർലിൽ എന്ന് പറഞ്ഞ ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കോടതി വിധി വരിക. അടുത്തൊരു കേസിലുമാണ് ഹിന്ദുസ്ഥാൻ ഇൻഷുറൻസ് കോർപ്പറേഷൻ സൊസൈറ്റി വേഴ്സസ് ശ്യാം സുന്ദർ. ഈ ഒരു കേസിൽ ശ്യാം സുന്ദർ എന്ന് പറയുന്ന ആൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ അയാൾ ചേരുകയാണ്. അങ്ങനെ ഇയാൾ ചേർന്നതിന് ശേഷം ആദ്യത്തെ ഒരു ഹാഫ് ഇയർലി അയാൾ അതിൻ്റെ ഒരു പ്രീമിയം ചെക്കായിട്ട് നൽകി. ഇങ്ങനെ ഈ ചെക്ക് നൽകിയതിന് ശേഷം ഈ പ്രപ്പോസൽ അതുപോലെ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അയാൾ ചെയ്തു. പക്ഷെ ചില കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ പ്രപ്പോസൽ ഫോർമാലിറ്റി അക്സെപ്റ്റ് ചെയ്തതായിട്ട് ശ്യാമിനെ അറിയിച്ചിട്ടില്ല ഈ ഒരു ഇൻഷുറൻസ് കമ്പനി. ഇതിന് ശേഷം അയാൾ മരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവരുടെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടില്ല, അയാളുടെ ഒരു ഓഫർ അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വാദിക്കുക. പക്ഷെ ഇവിടെ എന്താണ്, ഇയാളുടെ ചെക്ക് അവിടെ ആദ്യം തന്നെ എൻകാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ അയാൾ ചെക്ക് കൊടുത്തിട്ട് അവിടെ ഒരു എൻകാഷ്മെൻ്റ് അവിടെ അവരുടെ ഇടയിൽ നടന്നത്, ആ ഒരു ടൈമിൽ തന്നെ അവിടെ ഒരു ഓഫറും അതിൻ്റെ ഒരു അക്സെപ്റ്റൻസും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി ഇതിൽ ലയബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് കോടതി വിധി വരുന്നത്. അടുത്ത എസെൻഷ്യലാണ് ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇൻവിറ്റേഷൻ ടു ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ ടു ഷാഫർ എന്നും പറയാം. ദ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് എ റെഡിനെസ് എക്സ്പ്രസൽ ബൈ വൺ പേഴ്സൺ ടു നെഗോഷിയേറ്റ് ആൻഡ് invite offers. Such invitation to make offers will not become a contract when a person makes an offer in response to the invitation. ഈ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഓഫറോ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനോ ഉണ്ടായിട്ടുണ്ടാവില്ല. സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ നോട്ടീസ് വരിക, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ കാറ്റലോഗ്, ഇതൊക്കെ എന്താണ്, ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. ഒരു കടയിൽ ഗുഡ്സിൻ്റെ ഒക്കെ
പ്രൈസ് മാർക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൈസ് ടാഗ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ എന്താണ്, ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. ഇങ്ങനെയാണെങ്കിലും അതിനൊരു വാലിഡ് ഓഫറായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ പറയുന്ന ഒരു കേസ് ലോ ആണ് ഹാരിസ് വേഴ്സസ് നിക്കേഴ്സൺ. ഈ ഒരു കേസിൽ നിക്കേഴ്സൺ എന്ന് പറയുന്ന ഒരാൾ ഒരു ഓപ്ഷനിയർ ആയിരുന്നു. അങ്ങനെ അയാൾ ഒരു നോട്ടീസിൽ അയാൾ പബ്ലിഷ് ചെയ്യാണ് അയാളുടെ കുറച്ച് സാധനങ്ങൾ ഓപ്ഷന് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ കുറച്ച് ഫർണിഷിൻ്റെ സാധനങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാരിസ് എന്ന് പറഞ്ഞ ലണ്ടനിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഹാരിസ് എന്ന് പറയുന്ന ആൾ. അയാൾക്ക് ഈ നിക്കേഴ്സൻ്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് ഫർണിച്ചർ വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓപ്ഷന് വേണ്ടിയിട്ട് അയാൾ ലണ്ടനിൽ നിന്ന് വരികയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ആ ഫർണിച്ചറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഇതിനെതിരെ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ കോടതി വിധിച്ചു ഇവിടെ നിക്കേഴ്സിന് ആ ഒരു ഓപ്ഷൻ നടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പിൻവലിക്കണമെങ്കിൽ അത് അയാളുടെ റൈറ്റാണ്, അതിൽ അയാൾ ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ദെൻ അടുത്ത കേസാണ് PSG വേഴ്സസ് ബൂട്ട്സ് ക്യാഷ് കെമിസ്റ്റ്. ഈ ഒരു കേസിൽ ബൂട്ട് ക്യാഷ് കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. ഈ ഒരു സ്റ്റോറിൽ മരുന്നുകളൊക്കെ ആ ഒരു ഷെൽഫിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഷെൽഫിൽ പോയിട്ട് നമ്മൾ തന്നെ ആ മരുന്നുകൾ എടുത്തിട്ട് അത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ പോയിസണസ് ആയിട്ടുള്ള കുറച്ച് മരുന്നുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫാർമസിസ്റ്റിൻ്റെ അണ്ടറിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പോയിസണസ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടൂ എന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടയിൽ ഈ ഫാർമസിസ്റ്റ് എല്ലാം തന്നെ എന്താണ്, ഈ ബില്ലിങ് അല്ലെങ്കിൽ കൗണ്ടറിൻ്റെ പാർട്ടിലാണ് അവരിയ്ക്കണത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് വരുന്നത്. അപ്പോൾ കോടതി ഇതിൽ കണ്ടെത്തണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിൻ്റെ ഷോ ആയിട്ട് അവിടെ മരുന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് ആ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് ഈ വാങ്ങുന്ന ആൾ എപ്പോഴാണോ അത് ബില്ല് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോഴാണ് അതൊരു ഓഫറായി മാറണതെന്നും ആ ഓഫർ നൽകുമ്പോൾ ആ പേയ്മെൻറ്റ് നടത്തി ആ സാധനം തിരിച്ച് നൽകുമ്പോൾ മാത്രമാണ് അവിടെ അക്സെപ്റ്റൻസ് നടന്ന് ആ ഒരു ഓഫറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ മാറുന്നുള്ളൂ എന്നുമാണ് ഈ ഒരു കേസിൽ പറയുന്നത്. ഇവിടെ ആ ഡിസ്പ്ലേയിൽ എന്താണ്, ആ മരുന്നുകൾ ഡിസ്പ്ലേയിൽ വെക്കുന്നത് ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഈ ഒരു കേസ് ലോയിൽ പറയുന്നത്. ഇതിൽ 6 പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അതിൽ നമ്മൾ ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരീദത്തിൻ്റെ കേസ് ലോ നോക്കി. അടുത്ത ഒരു എസെൻഷ്യൽ എന്ന് പറയുന്നത് ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ്. തേർഡ് പോയിൻ്റ് ആണ് മസ്റ്റ് ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഫോർത്ത് എസെൻഷ്യൽ, ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ദെൻ ഫിഫ്ത്ത്, ഓഫർ മേ ബി സ്പെസിഫിക് ഓർ പബ്ലിക്. സിക്സ്ത് പോയിൻ്റ് ആണ് ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. അപ്പോൾ ഈ ഒരു 6 പോയിൻറ്റ്സ് ആണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ടെർമിനേഷൻ ഓഫ് ഓഫർ എന്താണെന്ന് നോക്കാം. എപ്പോഴൊക്കെയാണ് ഒരു ഓഫർ ടെർമിനേറ്റ് ചെയ്യാം, ആ ഓഫർ എപ്പോഴൊക്കെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് റൂളാണ് ബൈ ലാപ്സ് ഓഫ് ടൈം. എന്താണ്, ഒരു കൃത്യസമയത്തിനുള്ളിൽ ആ ഒരു ഓഫർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓഫർ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന ഒരു കേസ് ലോ ആണ് GM കോപ്പറേറ്റീവ് ഹൗസിംഗ് വേഴ്സസ് സെനിറ്റ് കെമിക്കൽ കൂട്സ്. ഈ ഒരു കേസിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ജയാമഹൽ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അടിയിലുള്ള പാർട്ടിൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സെനിറ്റ് കെമിക്കൽസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അപ്പർ പാർട്ടിൽ റെസിഡൻഷ്യൽ ടെനൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെനൻസ് എല്ലാവരും കൂടി അവിടെ ഒരു കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ സെനിറ്റ് കെമിക്കൽസിനെയും അതിൻ്റെ ഒരു പാർട്ടാവാൻ ഇവർ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഈ സെനിത്ത് എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽസും
അതിലൊരു പാർട്ടാവാം എന്ന് പറഞ്ഞ് അതിൻ്റെ കോൺട്രിബ്യൂഷനും അതുപോലെ ഫോർമാലിറ്റീസൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ പറഞ്ഞ ടൈമിൽ അവർ ചെയ്യുന്നില്ല. അതിനുശേഷം ഇവർ ഈ റെസിഡൻഷ്യൽ ടെനൻസ് എല്ലാവരും ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമായി. ഈ സെനിത് കമ്പനി അതിൻ്റെ ഒരു ഫുൾ ഫോർമാലിറ്റീസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഇവർക്ക് എന്താണ് ലാപ്സ് ഓഫ് ടൈം വന്നു. അതുകൊണ്ട് ഈ ഒരു ഓഫർ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഓഫർ അവർക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാം. അടുത്ത ഒരു പാർട്ടാണ് ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ഓഫറർ ബിഫോർ അക്സെപ്റ്റൻസ്. ഒരു ഡെത്തോ അല്ലെങ്കിൽ ഒരു ഇൻസാനിറ്റി അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഓഫററുടെ ഡെത്ത് ഓർ ഇൻസാനിറ്റീസ് അക്സെപ്റ്റൻസിൻ്റെ മുന്നേ സംഭവിക്കുകയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യാം. ഇതിൽ വരുന്ന കേസാണ് ഡിക്കിൻസൺ വേഴ്സസ് ഡോഡ്സ്. ഈ ഒരു കേസിൽ ഡോഡ്സിൻ്റെ വീട് ഡിക്കിൻസന് കൊടുക്കാം, അത് നിങ്ങൾക്ക് ഫ്രൈഡേ മോർണിംഗ് വരെ അത് പറയാമെന്ന് പറഞ്ഞിട്ട് ആ വീട് വാങ്ങാൻ താല്പര്യമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടാണ് ഇവിടെ ഒരു ഓഫർ പറയുന്നത്. അപ്പോൾ ഈ ഡിക്കിൻസൺ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഡോഡ്സ് അത് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഡിക്കിൻസൺ കോടതിയെ സമീപിക്കുകയാണ്. അയാൾക്ക് പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു ഓഫറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഡോഡ്സ് വേറൊരാൾക്ക് എപ്പോഴാണോ ആ ഓഫർ വെച്ചത് അപ്പം തന്നെ അവിടെ ഒരു കോൺട്രാക്റ്റ് നടന്നു. പക്ഷേ ഡിക്കിൻസനുമായിട്ട് അവിടെ ഒരു കോൺട്രാക്റ്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഡോഡ്സ് ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിധി വരികയാണ് ചെയ്യുന്നത്. ദെൻ തേർഡാണ് ബൈ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കണ്ടീഷൻ പ്രീസിഡൻറ്റ്. ഇവിടെ ഒരു കണ്ടീഷൻ നോൺ ഫുൾഫിൽമെൻ്റ് ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ ടെർമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനൊരു 5 കിലോ അരി നിങ്ങൾക്ക് തരാം, അതിനെനിക്ക് 100 രൂപ തന്നാൽ മതി. ഈ 100 രൂപ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മുന്നേ എനിക്ക് ആ 100 രൂപ തരണം, എങ്കിൽ ഞാൻ ആ 5 കിലോ അരി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഒരു ഓഫർ വെക്കുകയാണ്. അപ്പോൾ ഈ ഓഫർ വെക്കുമ്പോൾ ഈ ഓഫർ വെച്ചു, ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് 100 രൂപ തരാം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മുന്നേ, എന്നിട്ട് നിങ്ങൾ എനിക്ക് 5 കിലോ അരി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫറിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇയാൾ ഈ ഒരു കണ്ടീഷൻ വെച്ചത് അയാൾ ഫുൾഫില്ല് ചെയ്തില്ല. ഇയാൾ വെള്ളിയാഴ്ച 8 മണിക്ക് മുന്നേ ആ ഒരു പൈസ തരാമെന്ന് പറഞ്ഞത് അയാൾ അന്ന് 3 മണിയായിട്ടാണ് ആ ഒരു പൈസ കൊണ്ടുവന്ന് തന്ന്. അപ്പം എന്താണ്, അവിടെ ഒരു കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്തില്ല. വെള്ളിയാഴ്ച രാവിലെ 8 മണി എന്ന് പറഞ്ഞത് അയാൾ വൈകുന്നേരത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്യാത്തത് കൊണ്ട് ഈ ഓഫറർക്ക് ആ ഓഫർ ടെർമിനേറ്റ് ചെയ്യാം. അയാൾക്ക് ആ 5 കിലോ അരി ആ പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കാതിരിക്കാം. ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ റിവോക്കേഷൻ ഓഫ് ഓഫർ ബൈ ഓഫറർ. ഓഫറർ പറയുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് പിന്നീട് തോന്നുകയാണ് എനിക്ക് ആ ബൈക്ക് കൊടുക്കണ്ട എന്ന്. അപ്പോൾ ഓഫററുടെ റിവോക്കേഷൻ മൂലം ആ ഒരു ഓഫറിനെ ടെർമിനേറ്റ് ചെയ്യാം. ദെൻ റിജക്ഷൻ ഓഫ് ഓഫറി. ഓഫറി പറയാണ്, എനിക്ക് നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബൈക്ക് ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫർ ഞാൻ കൊടുത്തു, ആ ഓഫർ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ ബൈക്ക് 5 ലക്ഷം രൂപയ്ക്ക് വേണ്ട. അപ്പോൾ അയാളുടെ റിജക്ഷനാണ്. അങ്ങനെ ആയാലും അവിടെ ഒരു ടെർമിനേഷൻ ഓഫ് ഓഫർ നടന്നു. ദെൻ കൗണ്ടർ ഓഫർ. സപ്പോസ് ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബി എന്ന വ്യക്തിക്ക് ഒരു ഓഫർ നൽകുകയാണ്. അപ്പോൾ ബി പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ ബൈക്ക് 30,000 രൂപയ്ക്ക് തന്നാൽ മതി എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ്, ഞാൻ പറഞ്ഞൊരു ഓഫർ വേറെ, അയാൾ ഇങ്ങോട്ട് ചോദിച്ചൊരു ഓഫർ വേറെ. അപ്പോൾ അതൊരു കൗണ്ടർ ഓഫറായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു ഈ ആദ്യം പറഞ്ഞ ഓഫർ ഞാൻ 30,000 രൂപയ്ക്ക് എൻ്റെ ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞത് എന്താണ്, അവിടെ ഒരു ടെർമിനേഷൻ ഓഫ് ഓഫർ സംഭവിച്ചു. എൻ്റെ ഓഫർ അയാൾ ടെർമിനേറ്റ് ചെയ്തു. അവിടെ ഒരു കൗണ്ടർ ഓഫറാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ 7th പോയിൻ്റാണ് സബ്സീക്വൻറ്റ് ലെജിസ്ലേറ്റീവ് ഇൻ്റർവെൻഷൻ. ഏതെങ്കിലും ഒരു നിയമപരമായ രീതിയിൽ
ഈ ഓഫറിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ സംഭവിക്കുകയാണ്, അങ്ങനെയാണെങ്കിലും ഈ ഒരു ഓഫർ ടെർമിനേറ്റ് ചെയ്യാം. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പഞ്ചസാര, ഈ പഞ്ചസാര ഒരാൾക്ക് കൊടുക്കുകയാണ്. 5 കിലോ പഞ്ചസാര ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എനിക്ക് 50 രൂപ ഓരോ കിലോനും തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പഞ്ചസാര ഒരാൾക്ക് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓഫർ ഇയാൾക്ക് പറഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുകയാണ്. ആരും പഞ്ചസാര ഇനി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം വന്നാൽ എന്താണ്, ഞാൻ ഇയാൾക്ക് 50 രൂപയ്ക്ക് 5 കിലോ പഞ്ചസാര തരാമെന്ന് പറയുന്നത് അവിടെ ടെർമിനേറ്റ് ചെയ്ത് പോവും. കാരണം അവിടെ നിയമം വന്നു, ഈ പഞ്ചസാര കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ഓഫർ എങ്ങനെയൊക്കെ സംഭവിക്കാം? ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ഓഫറർ ബിഫോർ അക്സെപ്റ്റൻസ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ബൈ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കണ്ടീഷൻ പ്രീസിഡൻറ്റ്, then revocation of offer by offerer, fifth rejection of offering, and the sixth counter offer, and the seventh is subsequent legislative intervention. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓഫർ, അതുപോലെ അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ ഓഫർ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ ടെർമിനേഷൻ ഓഫ് ഓഫറും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഓഫർ എന്തൊക്കെയാണെന്ന് നോക്കാം.